നടക്കുന്ന ഈ വേദിയിൽ ശ്രീ പി രാജഗോപാലന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. പല ഭാഷകളിലെ ജീവിതം, എൻ്റെ സ്ത്രീ അറിവുകൾ. പല ഭാഷകളിലെ ജീവിതം പ്രകാശനം ചെയ്യുന്നത് TVK മലയാളി മാഷാണ്. മാഷ് വേദിയിലേക്ക് വരണം. പുസ്തകം ഏറ്റുവാങ്ങുന്നത് മൃദുലാണ്. മൃദുൽ വേദിയിലേക്ക് വരണം. എൻ്റെ സ്ത്രീ അറിവുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് അപ്പൂട്ടനാണ്. അദ്ദേഹം വേദിയിലേക്ക് വരണം. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ CK സബിത വേദിയിലേക്ക് വരണം. പുസ്തക പ്രകാശന ചടങ്ങിലെ വിശിഷ്ട വ്യക്തികളെല്ലാം ഈ സ്റ്റേജിൽ എത്തിച്ചേരണം. പല ഭാഷകളിലെ ജീവിതം, എൻ്റെ സ്ത്രീ അറിവുകൾ 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട TVK പനയാൻ അവരുകളാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് മൃദുൽ DM ആണ്. അതുപോലെ തന്നെ 2 പുസ്തകങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നത് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. 2ാമത്തെ പുസ്തകം എൻ്റെ സ്ത്രീ അറിവുകൾ പ്രകാശനം നിർവഹിക്കുന്നത് അഡ്വക്കേറ്റ് C അപ്പൂട്ടൻ അവരുകളാണ്. ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ CK സബിത. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ രാജഗോപാലൻ മാഷിന്റെ പല ഭാഷകളിലെ ജീവിതം എന്നുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇവിടെ പറഞ്ഞുള്ള 40 അല്ല 50ഓളം പുസ്തകങ്ങൾ രാജഗോപാലൻ മാഷ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരുപക്ഷെ ക്രിക്കറ്റ് ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലെ നിരൂപണ രംഗത്ത് ആദ്യമായി സെഞ്ചുറി നേടുന്ന ഒരു ബാറ്റർ EP രാജഗോപാലൻ മാഷായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ ബ്രിസ്ബെയിൻ ടെസ്റ്റ് തുടങ്ങിയാണ്. ഇന്ത്യക്ക് ടോസ് കിട്ടി. ഓസ്ട്രേലിയ ബാറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അതിവേഗ പിച്ചുകളിൽ, ബ്രോഡ് പിച്ചുകളിലും ഇന്ത്യൻ പിച്ചുകളിലും കേരളത്തിൻ്റെ പിച്ചുകളിലും ഒരുപോലെ ബാറ്റ് വീശാൻ കഴിയുന്ന ഒരാളാണ് രാജഗോപാലൻ മാഷ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. സുനിൽ P ഇളയിടം വളരെ മനോഹരമായിട്ട് ഇവിടെ നമ്മുടെ ഇന്നത്തെ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ തലവാചകത്തെക്കുറിച്ച് വളരെ ഭംഗിയായി സൂചിപ്പിക്കുക. നടന്നു പോകുന്ന വാക്ക്, നിൽക്കുന്ന വാക്കുകളോടാണ് ഇതുവരെയുള്ള നിരൂപകന്മാരെല്ലാം സംസാരിച്ചത്. പക്ഷെ ആദ്യമായി ഒരു നിരൂപകൻ നടന്നു പോകുന്ന വാക്കുകളുടെ പിന്നാലെ നടന്നുകൊണ്ട് ഒരു നിരൂപണ ശൈലിക്ക് മലയാളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് ലേഖനം മാത്രമല്ല, ഇതിൻ്റെ ഉദയനൂരിലെ ഒരു കലോത്സവം നടക്കേണ്ടത്, സ്കൂൾ കലോത്സവം. അതിനെക്കുറിച്ച് മാഷ് ഒരു ചെറിയൊരു കോൾ എഴുതി. ഈ കലോത്സവം എന്ന് പറയുന്നത് ഒരു നിർമ്മിതാനുഭവമാണ് എന്നാണ് മാഷ് എഴുതിയിട്ടുള്ളത്. ആ നിർമ്മിതാനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ കലോത്സവത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, പല തരത്തിലുള്ള മനുഷ്യരുണ്ടാവും. അതിൽ ചിലര് വലിയ തിരക്ക് കളിച്ചുകൊണ്ട് നാട്യത്തിൽ അധിഷ്ഠിതമായ ചലനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അധികമുള്ളത്. അതിൽ സുൽപ്പരയുടെ ഉദ്ഘാടന പ്രസംഗത്തിനോ അദ്ദേഹത്തിന് പേര് വിളിച്ചു കഴിഞ്ഞാലും ഈ നാട്യം ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് കഥയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കും. പിറ്റേന്ന് പത്രങ്ങൾ നോക്കുമ്പോൾ ഇത് പ്രഭാഷണം ആരുടേതാണോ, നിൽക്കുന്ന ആരുടേതാണോ, സുനിൽ Pയുടേതാണോ എന്ന് മനസ്സിലാവാതെ ഒരു ഫോട്ടോ കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അദ്ദേഹം ഈ വേദികൾ സഞ്ചരിച്ചുകൊണ്ട് ഒരാൾ വളരെ സ്വകാര്യം പറയും. അതും ഓഡിയൻസ് നോക്കിക്കൊണ്ടാണ് ഇയാൾ തിരക്ക് പിടിച്ചൊരു മനുഷ്യനാണ് എന്ന് ഈ ചലനങ്ങളിലൂടെ തെളിയിക്കുന്നു എന്നുള്ളതും രസകരമാണ്. ഇങ്ങനെ പലതരം മനുഷ്യരാണ് ഈ കലോത്സവത്തിൽ ഉണ്ടാവുക. അങ്ങനെ പലതരം മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് ഒരു യഥാർത്ഥ ആസ്വാദകൻ ഇടയ്ക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കലോത്സവത്തിലൊന്നും പങ്കെടുക്കാതെ ചില ആളുകൾ നടന്നു പോകുന്നു, വഴിയിലൂടെ നടന്നു പോകുന്നു. അയാളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏതെങ്കിലും ജോലിക്ക് പോയി വരികയാവാം, അല്ല മറ്റൊന്ന് ജോലി ചെയ്യുകയാകാം. അങ്ങനെ പോകുന്ന ഒരാളെ കുറിച്ച് ഇയാൾ കാണുമ്പോൾ അയാൾ പറയുകയാണ്, ഇതല്ല, അയാൾക്ക് ഈ കലോത്സവവുമായി യാതൊരു ബന്ധവുമില്ല. ഈ കലോത്സവം തന്നെ ഒരു നിർമ്മിതമായ അനുഭവമാണ്. പക്ഷെ ജീവിതം പുറത്തു നിൽക്കുകയാണ്.
ഈ പുറത്തു നിൽക്കുന്ന ജീവിതത്തെ രാജഗോപാൽ മാഷ് കാണുന്നത് ഈ ഇത്തരം മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, രാജഗോപാൽ മാഷിന് എല്ലാവിധ ആശംസകളും, അദ്ദേഹത്തിന് ഇനിയും ധാരാളം പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവർ, അസുലഭമായിരുന്ന ഒരു സന്ദർഭമാണ് എനിക്ക് പലതരം മാഷിനെ രാജഗോപാൽ മാഷിനെ എൻ്റെ തിയറികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഈ പുസ്തകം നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളതും വായനക്കാരുടെ കയ്യിലെത്തിയിട്ടുള്ളതും അതിലെ കഥാപാത്രങ്ങളുടെ പ്രതികരണങ്ങളടക്കം വന്നിട്ടുള്ളതുമാണ്. തീർച്ചയായിട്ടും എഴുത്തിൻ്റെ വഴികളിൽ രാജഗോപാൽ മാഷിന്റെ സേവനം ഇനിയും ഒരു ലഭ്യമാവട്ടെ എന്നുള്ള ആശംസ മാത്രമാണ് എനിക്ക് നൽകാനുള്ളത്. ഞാനൊരു ശരാശരി കുറഞ്ഞ വായനക്കാരനാണ്. വായനയോട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, മറ്റ് പലതുകൊണ്ടും സമയക്കുറവ് ആണ് വായന പരിമിതപ്പെടാനുള്ള കാരണം. നമ്മുടെ ഭാഷയിൽ നിരൂപണ രംഗത്ത് ഇരുത്തം വന്ന ഒരു സാഹിത്യകാരനായിട്ട് നിരൂപകനായിട്ട് രാജഗോപാൽ മാഷിനെ പറഞ്ഞ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അഭിമാനമായി, മലയാളത്തിൻ്റെ അഭിമാനമായിട്ട്, ഉത്തര കേരളത്തിൻ്റെ അഭിമാനമായിട്ട് രാജഗോപാൽ മാഷി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും കൂടുതൽ കാലം നമുക്ക് ലഭ്യമാവട്ടെ എന്നുള്ള ആശംസ മാത്രം ഇവിടെ നടത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു.